പോണോ? എന്തിന്? അച്ഛനെ ഒരുപാട് അർജന്റ് കോളുകളൊക്കെ വരാനുള്ളതാ. ഫോൺ ഞാൻ പിന്നെ തരാം. എല്ലാത്തിനും ഫോൺ എന്തിനാ എനിക്ക്? ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. അച്ഛൻ പിന്നെ തരാടാ. എടാ പ്ലീസ് 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 പ്ലീസ്. എനിക്ക് കുറെ അർജന്റ് കോളുകൾ കുറെ വരാനുണ്ടാ. ചക്കരല്ലേടാ, ഗെയിം കളിക്കാൻ പിന്നെ തരാം പ്ലീസ്. എന്തോ പിന്നെ തരാം കേട്ടോ. എവള് പറഞ്ഞു വിട്ടിട്ടാണ് ലോ ലെവലോ നാളിന്റെ ഫോൺ തട്ടിപ്പറിച്ചു മേടിക്കണം. അത് ശരി. അപ്പൊ പാറോസായിരുന്നല്ലേ ഇതിന്റെ പിന്നില്? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല, അവളാ പറഞ്ഞ അച്ഛന്റെ ഫോൺ മേടിച്ചോണ്ട് വരാന്ന്. എടി ഇവിടെ എന്തൊക്കെ കുരുത്തക്കടി വീട്ടിൽ നടക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ പുറകിൽ നിന്റെ ഈ കറുത്ത കരങ്ങളാണ്. ഓക്കെ, അത് പിന്നെ എനിക്ക് അറിയാലോടാ. പാറോസിന്റെ സ്വഭാവം മൊത്തം നമുക്ക് അറിയാലോ. ഞാൻ അല്ലളിയാ. പിന്നെ കല്ലുവാ. കല്ലുവാണോ? പിന്നെ എന്താണ് അച്ഛൻ പിന്നെ ഫോൺ തരാം കേട്ടോ. കല്ലൂസ് എടാ അച്ഛൻ ഒരുപാട് ടെൻഷനിലിരിക്കുക. മൊത്തത്തിൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ടിരിക്കുവാ കുഞ്ഞേ. പ്ലീസ്ഡാ. അല്ലെ കൊണ്ടാലേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെങ്ങനെയും മേടിക്കാം കോള് വരുമ്പോ. പിന്നെ പറഞ്ഞ അളിയന്റെ മറ്റേ മംഗലാപുരത്തെ കാര്യം എന്തായി? തേങ്ങ മാങ്ങ എന്തിനാ കയറ്റി അയക്കണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ കൊറേ ദിവസങ്ങൾ ഞാൻ അവിടെ നിന്ന് കൊറേ പൈസ ഞാൻ ഇപ്പൊ തന്നെ അവിടെ ഇറക്കി കഴിഞ്ഞു. ഈ പൈസയുടെ കാര്യം പറയുന്ന കേട്ടല്ലോ. പൈസ? ഏത് പൈസ? അയ്യോ, ഒരുപാട് അഭിനയിക്കല്ലേ സിദ്ധു. നീ ഇവിടുന്ന് മംഗലാപുരത്തുനിന്ന് പോയിട്ട് അവളുമായിട്ട് ഫുൾ അവിടെ ചുറ്റിക്കറങ്ങി നടക്കല്ലായിരുന്നോടാ. എന്റെ മോളാണ്, നിന്റെ പെങ്ങളാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവളൊന്ന് ചേട്ടാ എന്നൊന്ന് വിളിച്ച പിന്നെ എല്ലാം നീ മറക്കും. ഇവിടെ ഒരു ദിവസം ആ മംഗലാപുരത്തൊന്ന് കറങ്ങി ഭക്ഷണം കഴിച്ച് ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ മിനിമം ഒരു 5000 രൂപ ആകത്തില്ലേ? ഇല്ലേ? നീ എത്ര ദിവസം അവിടെ നിന്നു? ഒരു 30 ദിവസങ്ങൾ ഇടയ്ക്ക് നിന്നിട്ടില്ലേ? ഇല്ലേ? എന്താണ് മിണ്ടാത്തെ? മിനിമം ഒരു 1.5 ലക്ഷം രൂപ നിനക്ക് ചെലവായോ? ആയോ? അമ്മ കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിച്ച എങ്ങനെ അമ്മ? എന്നാ കാര്യം പറ കേക്കട്ടെ. സംസാരിക്കുന്നവൻ ചെയ്താമോ സംഭവം പറയാൻ പറ്റത്തില്ല. ചിലപ്പോ 1.5 ലക്ഷം ഒന്നും ആയി കാണത്തില്ല അല്ലേ അളിയാ? അതെ അതെ, ചെറിയ എമൗണ്ട് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ചെലവിന് പൈസ വരത്തില്ലേടാ? എത്ര വരും ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോ? അതന്നെ അത്ര ഒന്നും ആയിക്കോണല്ലോ. 2 ലക്ഷം 3 ലക്ഷം അല്ലോ. ചേട്ടാ വെറുതെ എഴുതിയിൽ എന്നെ അടിക്കല്ലേ. ആണോടാ? അവൻ ചുമ്മാ എന്തൊക്കെയോ പറയുന്ന അമ്മ. നീ പറയണ്ട, ഞാൻ കൊച്ചിനോട് ചോദിച്ചോളാം. കല്ലുമോളെ, അച്ഛനെ അപ്പച്ചിക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു? എന്തൊക്കെയാ? ഡ്രസ്സും ഷൂവും പിന്നെ വലിയ ടിവിയും സാരിയും. എന്താ വെച്ചാ ടിവിയോ? വലിയ ടിവിയും വലിയ സാരിയും. നിന്റെ പൈസ മുഴുവൻ ചെലവാക്കിയ പിന്നെ നിനക്കൊരാവശ്യം വന്ന ആരെന്ത് ചെയ്തു തരുമെന്ന് വിചാരിച്ചിട്ടാ? എടാ നീ ദുബായിലേക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു നേരത്തെ വരെ, ഇപ്പൊ അതില്ല. യൂറോപ്പിൽ പോണെന്ന് പറഞ്ഞ കൂട്ടുകാരനെ വിളിച്ചോണ്ടിരുന്നു, ഇപ്പൊ അതില്ല. എവിടെ പോകാതെ ഇങ്ങനെ വീടിനകത്ത് അടങ്ങി കുത്തി ഇരുന്നോ? നിനക്ക് ആര് ചെലവിന് വരുമെന്ന് വെച്ചിട്ടാ? ഈ കൊച്ചിനെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടോ? ഇതിപ്പോ വലുതാവും, അതിനെ പഠിപ്പിക്കണ്ടേ? ചെയ്താമോ ഇപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? കാരണം എന്തായാലും ഇത് വളരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. പിന്നെ പോട്ടെ, വളർന്നാലും ശരി തന്നെ പെട്ടെന്ന് നമുക്ക് കെട്ടിച്ചിടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ അളിയാ? അവളുടെ തീരുമാനമല്ലേ, അവള് സ്വന്തമായിട്ട് കെട്ടിപ്പൊക്കോളും. അപ്പൊ നമുക്ക് അത്രയും. നീ കൂടുതൽ സംസാരിക്കരുത് കേട്ടോ. നീയും കണക്കാ, നിന്റെ അളിയനും കണക്കാ. 2 അളിയന്മാരെ ഒരു കയറിന്റെ അങ്ങേയറ്റം ഇങ്ങേറ്റം കെട്ടാ സംസാരിക്കുന്നവൻ. സംഭവം അളിയന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അളിയൻ കത്തി കയറി. ആ കത്തും, ഇങ്ങനെയാണെങ്കിൽ മൊത്തം കത്തും ഇവിടെ കിടന്ന്. എടാ നീയൊക്കെ 2 പേരും നന്നായിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ചാ നിനക്കൊക്കെ തന്നെ കൊള്ളാം. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. അടുത്ത ചിങ്ങത്തിന് മതിയോ മോളെ? മക്കൾക്ക് എല്ലാം അച്ഛൻ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. നല്ലൊരു പയ്യനെ ഉടനെ തന്നെ നോക്കാവേ. കാത്തിരിക്കല്ലേ കള്ളി. എനിക്ക് ഇവിടെ ചെയ്യാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഈ വെറുതെ ഇരിക്കുന്ന അമ്മൂമ്മ കണ്ടുകൊണ്ട് വന്നാണ്ടല്ലോ, പിന്നെ പറയും ഞാൻ ഇവിടെ ഒരു പണി എടുക്കുന്നില്ല, വെറുതെ ഇരുന്ന് തിന്നുവാന്നൊക്കെ പറയും. ஒன்னு செய்யலாம், அம்மா வரும்போது நான் இஞ்சி கஷ்டம் எடுத்து தரேன்.
എന്താ അമ്മ ഇങ്ങനെ വന്ന് നിക്കണേ? പിന്നെ ഞാൻ എങ്ങനെയാ നിൽക്കണ്ടേ? അതല്ല, എന്തോ ഒരു മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. சீதம்மா உங்க முகம் ஒரு மாதிரியா இருக்கு. இந்த பாருங்க, நீங்க எப்பவுமே சிரிச்சிருந்தா தான் உங்க முகத்துக்கு அழகு. இல்ல எல்லா வாட்டியும் எல்லாருக்கும் எப்பவுமே சிரிச்சிருக்க முடியுமா? இல்ல லட்சு? അത് തന്നെ. എല്ലാവർക്കും ചിരിച്ചിരിക്കാൻ മുടിയാതെ, പക്ഷെ ലച്ചുവിന് പറ്റും എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ. എന്തു പറ്റി? അച്ഛനായിട്ട് എന്തെങ്കിലും കശപിശ ഉണ്ടായോ? അച്ഛനുമായിട്ട് എപ്പോഴും കശപിശ ഉണ്ടാവാറുണ്ടല്ലോ. അല്ല, അച്ഛൻ എന്നോട് സംസാരിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, മോനോട് ഒരു കാര്യം അങ്ങനെ ചോദിക്കത്തില്ലല്ലോ. മോൻ്റെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിലയിരുത്തി എന്നോട് വന്ന് പറയും. ഞാൻ അവനോട് എന്നിട്ട് അത് ചോദിക്കണം. ഞാൻ എന്നിട്ട് അവനോട് ചെന്ന് ചോദിക്കുമ്പോഴോ അങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് എന്നെ വിലക്കും. അവർ തമ്മിൽ എന്നിട്ട് ഒന്നാവുകയും ചെയ്യും. അതിപ്പോ എല്ലാ വീട്ടിലും അങ്ങനൊക്കെ തന്നെയാ ചെയ്തേ. അച്ഛനും ആമക്കളുമായിട്ടേ ഭയങ്കര അടുപ്പമായിരിക്കും. തോളെ കൈയിട്ടേ നടക്കത്തുള്ളൂ. சீதாம்மா, நீங்க என்ன சொன்னாலும் சரி, நம்ம சித்துக்கு உங்கள்கிட்டயும் அப்பாட்டையும் ரொம்ப பாசம் மரியாதை இருக்கு. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊ പ്രശ്നം? എൻ്റെ ലച്ചു, പ്രശ്നം എന്താന്ന് നിനക്ക് അറിയത്തില്ലേ? നീ ഇങ്ങനെ എല്ലാത്തിനും സിദ്ധുവിന്റെ കൂടെ നിന്നോ കേട്ടോ. ഞാൻ ചുമ്മാ പറയല്ല. 6 മാസം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സിദ്ധുവിന്റെ നിന്റെ ഇടയ്ക്ക് വലിയ വഴക്ക് കിടന്ന് രണ്ടുപേരും 2 പാത്രമാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മോളെ ലച്ചു, സീതമ്മ പറഞ്ഞതേ സിദ്ധുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുവാ. നിനക്ക് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് മാത്രം മനസ്സിലായില്ല. അല്ല, അവന്റെ ജോലിക്കാരി ഒന്നുവേ ഇതുവരെ ശരിയായിട്ടില്ലല്ലോ, അതിനെ പറ്റിയാ പറഞ്ഞത്. ഇവള് വേണ്ട വിധത്തിൽ ചോദിക്കുന്നുണ്ടാവില്ലമ്മേ അവനോട്. ഞാൻ ചോദിക്കാറൊക്കെ ഉണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാറുമുണ്ട്. പക്ഷെ അവൻ സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? അത് നീ വേണ്ട രീതിയിൽ ചോദിക്കുന്നില്ല എൻ്റെ ലച്ചു. இருக்கு சீதம்மா, அடிக்கடி அவ சீரியஸா இங்க இருந்தே பேசுவா. പിന്നെ അടുക്കളയിൽ ഇരുന്ന് പേശി എങ്ങനെയാ ശരിയാവുന്നേ? അവനോടല്ലേ ചോദിക്കേണ്ടത്. ഡെയിലി 3 വട്ടം നിങ്ങളോട് 2 പേരോടും അവന്റെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവനോട് നീ ചോദിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമാവും പെണ്ണേ. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ, ഇതിപ്പോ ഞാനൊന്നും പറയാത്തതേ പാറുവിനോടോ കല്ലൂനോടോ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇതിപ്പോ നല്ല അറിവും ലോകവിവരമുള്ള പിള്ളേരോട് നമ്മൾ എന്തോ പറഞ്ഞു കൊടുക്കാനാ സീതേ? കല്ലുവേ മിണ്ടാണ്ടിരുന്നേ. വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അവള്. சீதாம்மா, நான் உங்களுக்கு ஸ்ட்ராங்கா ஒரு டீ எடுக்கட்டா? എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? எப்படியாவது கூல் ஆகட்டும்னு நினைச்சேன். ആ ശരിയാ. സീതയ്ക്ക് നല്ല വിഷമമുണ്ട്. അച്ഛനാ വിഷമം. അച്ഛന് വിഷമോ? അച്ഛനെന്തിനു വിഷമം? അച്ഛമ്മയില്ലേ, അച്ഛനെ വഴക്ക് പറഞ്ഞു. അച്ഛൻ എന്തിനാ അമ്മ വഴക്ക് പറഞ്ഞേ? അത് ഓർക്കുന്നില്ല അമ്മ. അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുമല്ലോ. ഇതെന്താ ഓർക്കാത്തെ? മറന്നുപോയി. മറവീച്ചിരി കൂടുതലാണല്ലോ കുഞ്ഞിന്. ഓർമ്മയ്ക്കും പറയാമേ. ഓ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ആവശ്യത്തെ കാര്യങ്ങളൊന്നും കേട്ട് പഠിക്കണ്ട. ഓർമ്മിക്കുമ്പോ പറയോ വേണ്ട, അമ്മ കണ്ടുപിടിച്ചോളാം കേട്ടോ. അമ്മ ഓർമ്മ വന്ന്. അച്ഛനൊന്നും ചെയ്യുന്നില്ല, പൈസ എല്ലാം ബാക്കി കളയുന്നു. എന്നെ പറഞ്ഞത് ഓർമ്മ പക്ഷെ വരുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. മതി, ഇത്രയും പറഞ്ഞാ മതി. இப்பதான் எனக்கு புரியுது எதனால சீதம்மா ரொம்ப டல்லா இங்க ஏறி வந்தாங்கன்னு. എതിന്? வருத்தத்தினால திட்டிட்டு வந்தாங்க தானே? ഓ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടാ, എന്താ അവസ്ഥ നോക്കട്ടെ. എന്താണ് ഒരു ആലോചന? ആലോചനയോ? ഞാൻ എന്താ ആലോചന? ഒന്നും ആലോചിച്ചില്ല? ഇല്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്താ ചോദിച്ചേ? അല്ല, എല്ലാം മനസ്സിലിങ്ങനെ ഒതുക്കിയേ എന്റെ അടുത്ത് ഇങ്ങനെ പറയാതെ നടക്കുകയാണല്ലേ? എന്തൊക്കെയല്ലേ ലച്ചു പറയുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ചോദിച്ചു. മംഗലാപുരത്ത് എന്തെങ്കിലും നടക്കാനുള്ള ചാൻസ് ഉണ്ടോ? മംഗലാപുരത്ത് ഞാൻ നല്ല സാധ്യത കാണുന്നുണ്ട് ലച്ചു. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അത് മാത്രമല്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും മാസത്തിൽ 1 തവണയൊക്കെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് ടാസ്ക്. അത് മാത്രമല്ല, നീയും കൊച്ചൊക്കെ ഇവിടെ അല്ലേ, ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യും. അതാണ് പ്രശ്നം. അതിന് ഞാനും കൊച്ചു നിന്റെ കൂടെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താ പോരെ? നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ പറയുമ്പം എന്റെ പെങ്ങളും അളിയനും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ബിസിനസ് ചെയ്യാൻ അവിടെ വേണ്ടതേ ലോക്കൽ കോണ്ടാക്ട്സാ.
അത് സെറ്റപ്പ് ചെയ്യാൻ തന്നെ നല്ല ടൈം എടുക്കും. നീ ഗൾഫിൽ പോയിട്ട് സർവൈവ് ചെയ്തില്ലേ, പിന്നെയാണ് ഇവിടെ മംഗലാപുരത്ത്. ചേച്ചി മംഗലാപുരത്ത് പോവാൻ പോവാണോ? ചേച്ചി മംഗലാപുരത്ത് പോവാൻ പോവാണെങ്കിൽ എന്ത് കുഴപ്പം? അങ്ങനെ പോയാ എങ്ങനെ ശരിയാവും? അമ്മൂമ്മ അടുത്തൊക്കെ ചോദിക്കണ്ടേ? എന്ത് കാര്യത്തില്? ഞങ്ങളുടെ ജീവിതമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളില്ലേ? ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു വളയമാണല്ലോ. ആ വളയത്തിനോട് പറ്റിപ്പിടിച്ചെടുക്കുന്ന വേറൊരു കുടുംബമാണ് നിങ്ങളുടേത്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ മംഗലാപുരത്ത് പോകുമ്പോ ഞാൻ കൂടെ കാണൂലേ? ഞാൻ കൂടെ കാണൂല. നീ കേശുചേട്ടന്റെ ഒപ്പം കനകാന്റിയുടെ ഒപ്പം അമ്മൂമ്മന്റെ ഒപ്പം അല്ലേ ജീവിക്കണത്. അപ്പൊ അതല്ല അതിന്റെ മര്യാദ. നീ എന്തെങ്കിലും അറിയാനുണ്ടോ? ഒന്നുമില്ല. ആ എന്നാ വിട്ടോ. ശരി. എന്തിനാ ലച്ചു കൊച്ചിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയണേ? ചുമ്മാ ഒരു രസം. ഇപ്പൊ നോക്കിക്കോ ഈ പറഞ്ഞതിന്റെ ഇമ്പാക്ട്. അതെ ചടഞ്ഞുകൂടി ഇരുന്നാ മതിയോ? പുറത്തോട്ടൊക്കെ ഇറങ്ങണ്ടേ? ഇറങ്ങണം. എന്നാ പിന്നെ ഒരുമിച്ച് പോവാ. ഓടും. ലച്ചുസേ, നമ്മൾ ഈ ജീവിതത്തില് എന്തൊക്കെ സമ്പാദിച്ചാലും നേടിയാലും ഉണ്ടല്ലോ, ഒന്ന് പിന്നോട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേണ്ടപ്പെട്ടവര് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും. ഏയ് അങ്ങനെയൊന്നും. ഒന്ന് വീണ് കഴിയുമ്പോഴേ ഈ പറഞ്ഞ ലച്ചു തന്നെ എന്നെ കുറ്റപ്പെടുത്തും. എന്നാലേ സിധു, എനിക്ക് അത്ര വലിയ ആർത്തിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. പിന്നെ നീ കൂടെ ഉണ്ടെങ്കിൽ റോട്ടിൽ കിടക്കാൻ വരെ ഞാൻ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താ രണ്ടുപേരും ഒരുമിച്ചിരിക്കണം. എന്തോ ഒരുമിച്ചിരിക്കണ്ടേ? രണ്ട് ദിക്കിലിരിക്കണോ? ഹലോ, നിങ്ങള് പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ. മംഗലാപുരത്തോട്ടെന്തോ ഫാമിലി ആയിട്ട് എന്തോ പോണെന്നോ സെറ്റിൽ ആവാൻ പോണെന്നെന്തോ പറയുന്ന കേട്ട്. അളിയാ, ഓ ഇവിടെ കിടന്ന് ചുമ്മാ ചുറ്റിത്തിരിതിനേക്കാൾ നല്ലതേ ഞങ്ങൾ അങ്ങ് ഓർത്തു മംഗലാപുരത്തേക്ക് അങ്ങ് ഷിഫ്റ്റ് ആവാണ്. അവിടെ ആവുമ്പോ എന്റെ പെങ്ങളുടെ വീടുണ്ടല്ലോടാ, റെന്റും കൊടുക്കണ്ട, സുഖമായി ശിഷ്ടമായിട്ട് അങ്ങ് ജീവിക്കാം. പിന്നെ കൊച്ചിന്റെ പഠിത്തവും അങ്ങോട്ടേക്ക് ആക്കാം. എങ്ങനെ കണ്ടാ? അവന് സന്തോഷായി എല്ലാം ഉറപ്പിച്ച? പിന്നെ ഉറപ്പിക്കാതെ എന്തേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഐ മീൻ അവിടെ തന്നെ ഇനി അങ്ങ് സെറ്റിൽ ആവുകയാണോ? ചുമ്മാ ഇങ്ങനെ പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോ തിരിച്ചു വരാനുള്ള? എന്ത് ദൂരമുണ്ട്? ഒരാഴ്ച കൂടുമ്പോ വരെ ഞങ്ങൾക്ക് എന്ത് തലയ്ക്കോളോ? എന്താ നിങ്ങൾ ഉറപ്പിച്ചില്ലേ? ഇല്ലേ? ആ ഉറപ്പിച്ചു. ആ ആ എന്നാ പിന്നെ വന്നോളൂ കേട്ടോ. എന്താണ് കല്ലൂസ് കനകാന്റെ ജോലിയെ സമ്മതിക്കണില്ലേ? இல்ல அவன் என்கிட்ட கேக்குறா நான் உங்களை ஹெல்ப் செய்யட்டான்னு. കല്ലൂസേ, ആന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. ஐயோ அவ டிஸ்டர்ப் எல்லாம் செய்யல, என்னோட வேலை இங்க முடிஞ்சாச்சு. நீ கிச்சன்ல தான் கொஞ்சம் வேலை இருக்கு, நீங்க 2 பேரும் உட்காந்து பேசுங்க. ഈ കള്ളിപ്പെണ്ണെ ഇതാണ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് கொஞ்சம் தான் இருக்கு, இவ்வளவுதான். എന്താ അമ്മ? എന്താ ചമ്മ? നിങ്ങൾ 3 പേരും മംഗലാപുരത്ത് പോവാണോ? ചെവി കേട്ടൂടെ നിനക്ക്? നിങ്ങൾ 3 പേരും മംഗലാപുരത്ത് പോവാണോന്ന്? മംഗലാപുരത്ത് പോവാണോ അച്ഛാ? ஐயோ நீங்க மங்களபுரத்துல போறீங்களா? അതല്ലേ ഞാനും പറഞ്ഞു. അല്ല മോനെ, മംഗലാപുരത്ത് പോയി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടോ? ഉണ്ടോ അച്ഛാ? മുമ്മ എല്ലാവരും വിശ്വാസമാണല്ലോ. ആണല്ലോ. ആ കല്ലു, ഇനി നീ മിണ്ടരുത്. സിദ്ധു, നീ നിന്റെ പെങ്ങളും അത് എൻ്റെ മോളും മംഗലാപുരത്ത് വെച്ച് നിങ്ങൾ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നേ? നീ ഇവിടെ വരാൻ ലേറ്റ് ആയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ അവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. சித்து நீங்க எல்லாருமா சேர்ந்து போனா திரும்பி வர மாட்டீங்களா? എടുത്തില്ല. ഞങ്ങളെ കണ്ണെങ്കിൽ അങ്ങോട്ട് കാണണം. കനകം, നീ അടുക്കളയിലോട്ട് വന്നേ. ചെല്ല്. അല്ല മോനെ, നിങ്ങൾ മംഗലാപുരത്ത് വന്ന കാര്യം ലച്ചു പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മമ്മ ഞങ്ങളൊന്ന് ആലോചിച്ചെന്നേ ഉള്ളൂ, തീരുമാനം ഒന്നും എടുത്തിട്ടില്ല. പിള്ളേർ ചുമ്മാ എന്തൊക്കെയോ പറയുന്നതായിരിക്കും. അമ്മേ,
ഇപ്പം വെറുതെ കള്ളം പറയും അമ്മേ. പണ്ടൊക്കെ ഉണ്ടല്ലോ, എന്ത് കാര്യം എൻ്റെ ജീവിതത്തിൽ തീരുമാനിക്കണമെങ്കിലും എന്നോടും അച്ഛനോടും ചോദിക്കാതെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പം വലുതായില്ലേ, ഇപ്പം കൂട്ടുകാരുണ്ട്, പോരാത്തതിന് എൻ്റെ മോളുണ്ട്, അളിയനുണ്ട്. അവരൊക്കെയാണല്ലോ നിന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. എൻ്റെ പൊന്നു സിദ്ധു, ഞാൻ നിന്നോട് ഒരു കാര്യം പറയുക. കയ്യിലുള്ള കാശ് മുഴുവൻ പോയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തേലും പ്രശ്നം പറ്റിയാൽ നിന്റെ പെങ്ങളുടെ അടുത്തും ചെന്നും കരയാൻ നിൽക്കണ്ട. ഇത് ഓർമ്മയിലിരുന്നോണം നിന്റെ. നീ എന്താ ഇങ്ങനെ നോക്കുന്ന സിദ്ധു? ഒന്നുമില്ല, അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. എല്ലാം കഴിഞ്ഞ് കരഞ്ഞോണ്ട് വരുമ്പോഴേ അച്ഛനും അമ്മയെ കാണുള്ളൂ. അല്ല മോനെ, നിങ്ങൾ പോവാൻ തീരുമാനിച്ചോ? എന്റെ അമ്മമ്മ ഞങ്ങളൊന്ന് ആലോചിച്ചു, പോവാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. അമ്മ എന്താ ജെറ്റ് പോണ പോലെ ഒരു പോക്ക് പോന്നാണ്ട്? അച്ഛനില്ല, അച്ഛനെ വീണ്ടും ചീത്ത പറഞ്ഞു. പാവം അച്ഛൻ. നമ്മള് മംഗലാപുരത്ത് സെറ്റിൽ ആവുന്ന കാര്യം വെറുതെ പറഞ്ഞായിരുന്നല്ലോ. അത് പിള്ളേര് നിന്ന് പാട്ടാക്കിയതാ. അമ്മ എന്താ പറഞ്ഞേ? അമ്മേ, അമ്മയ്ക്ക് വായി തോന്നിയത് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ട് പോയി. എന്റെ ഉണ്ടായിരുന്ന കോൺഫിഡൻസും കൂടെ അങ്ങ് കളഞ്ഞു. ആ ചുമ്മാ ഇരി, അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് നമ്മുടെ കാര്യം ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ടെന്നേ, അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നൊക്കെ പറയുന്നത്. മൈൻഡ് ആക്കണ്ട, വിട്ടുകളാ. പിന്നെ എനിക്കാണെങ്കിൽ നിന്നെ ഉപദേശിക്കാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത്. എന്താ ലച്ചു അങ്ങനെ ഒരു വർത്തമാനം? ലച്ചൂസേ, എന്നെ എന്തും പറയാനുള്ള യോഗ്യത അത് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ. വർഷങ്ങളോളം ജോലി ജോലി എന്നും പറഞ്ഞ് ഞാൻ അവിടെ കിടന്നപ്പോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചതും സഹിച്ചതും നീ തന്നെയല്ലേ. ലച്ചൂസേ, നീ ഇവിടെ ഉള്ള ധൈര്യത്തിലാണ് ഗൾഫിൽ നിന്ന് ഇത്രയെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലേ നമ്മൾ ഇപ്പോഴും സേഫ് സോണിലാണ്. ഇനിയിപ്പോ ഡേഞ്ചർ സോണിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോവാന്ന്. സത്യം പറഞ്ഞാൽ ലച്ചു, എനിക്ക് ഇപ്പൊ നിന്നെയും കൊച്ചിനെയും വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫോണും നോക്കി ഇങ്ങനെ വെറുതെ കിടന്നു കേട്ടോ. ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരുന്നു. എന്തുവാ അമ്മ അമ്മയുടെ പ്രശ്നം? ഞാൻ കുറച്ചു നേരം ഫോൺ നോക്കി, അമ്മയ്ക്ക് എന്തുവാ? നീ എല്ലാ കാര്യവും നിന്റെ പെങ്ങളുടെ അടുത്ത് മെസ്സേജ് അയച്ച് പറയല്ലായിരുന്നോടാ? അതെ, ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ പെങ്ങളടുത്ത് ഞാൻ പറയുമായിരുന്നു. അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും നേരവും മംഗലാപുരത്ത് പോകുന്ന കാര്യം ഞാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു, ഞാനും അവളും കൊച്ചുപോയി മംഗലാപുരത്തേക്ക് പോവാ. ആ അങ്ങനെ പറ. ഞാൻ ഇത് പറയാൻ നോക്കി നിൽക്കുമല്ലായിരുന്നോടാ നിങ്ങൾ മംഗലാപുരത്ത് പോവാൻ, അല്ലേ? അമ്മ ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഒരു കണക്കിന് നോക്കുവാണെങ്കിലുണ്ടല്ലോ, ഇവിടെ നിന്ന് അവിടെ പോയി നിൽക്കുമ്പോഴേ കുറച്ച് മനസ്സമാധാനങ്ങൾ എനിക്ക് കിട്ടും. ആ അപ്പൊ ഞാനും നിന്റെ അച്ഛനുമാണ് നിന്റെ മനസ്സമാധാനക്കേടിപ്പോ, അല്ലേ? സിദ്ധു, കുഴിപ്പളത്തെ വീടിന്റെ പണി കഴിഞ്ഞോട്ടെ, ഞാനും നിന്റെ അച്ഛനും ആ സെക്കൻഡ് ഇവിടെ നിന്ന് ഇറങ്ങിത്തരും. നിനക്ക് അതോടുകൂടി മനസ്സമാധാനം കിട്ടുമല്ലോ. അമ്മ, ഞാൻ മംഗലാപുരത്ത് ഇങ്ങോട്ട് എത്തിയപ്പോ പോലും ഞാൻ കാണുവാ അമ്മ എന്റെ അടുത്ത് സംസാരിക്കുന്ന രീതി, പെരുമാറുന്ന രീതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവത്തില്ലടാ. കയ്യിലുള്ള പൈസ മുഴുവൻ അതും ഇതും എന്ന് പറഞ്ഞുകൊണ്ട് കളയേ, എന്നപ്പോ നിനക്ക് എല്ലാം മനസ്സിലാവും. ഒരമ്മയാടാ ഞാൻ, എനിക്ക് അതിന്റെ വേദനയുണ്ട്. നീ ഇങ്ങനെ തേരാപാരം നടക്കുക, മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. അമ്മ എവിടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ഞാൻ വരുമാനം ഉണ്ടാക്കിയ പോരെ? നിങ്ങൾക്ക് ആർക്കും, അമ്മയ്ക്കും അച്ഛനും ഒരു കുറവും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, നീ എന്തോ വിചാരിച്ചേക്കണേ? നീ അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണമെന്നോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നോ? എടാ, നിന്റെ അച്ഛനെ പെൻഷൻ ഉണ്ട്, ആ പെൻഷൻ തുകയ്ക്ക് ജീവിക്കും ഞാനും അങ്ങേരും. നിന്റെ പൈസയൊന്നും വേണ്ട. നീ എങ്ങനെങ്കിലും നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് സംസാരിക്കുന്നത്. അത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നീ അതെ അതെ, നിങ്ങൾ തമ്മിലേ ഇതുവരെ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. സീത അകത്തോട്ട് കയറി പോയേ. അളിയന്റെ മൂഡ് ഒട്ടും ശരിയല്ല, അളിയൻ പുറത്തോട്ടിറങ്ങി പോയേ. എന്നമ്മ, ഇവനുണ്ടല്ലോ ഈ പ്രായം കൊണ്ട് എന്തൊക്കെയോ വലിയതായി, എന്തൊക്കെയോ നേടി എന്നൊക്കെയുള്ള അഹങ്കാരമാണ് സിദ്ധു. എടാ, നീ എന്നെക്കായി വലുതാന്ന് വെച്ചിട്ട് എല്ലാം നേടിയെന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്.
എന്തോന്നമ്മ, അമ്മ രാവിലെ തൊട്ട് സിദ്ധുവിന് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അമ്മ, സിദ്ധു ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമല്ലേ അവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എങ്ങനെ ഷടപടയെന്ന് വേറൊരു കൺട്രിയിലോട്ട് ഷിഫ്റ്റ് ആവുക? അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടല്ലേ? എല്ലാം ഭയങ്കര കഷ്ടപ്പാടാ, സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ലച്ചു, ഇത്ര നാളുകൊണ്ട് ഇവൻ എന്തോ ഇവിടെ ചെയ്തേക്കുന്നേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവനിവിടെ എന്താ അമ്മ ചെയ്യാത്ത? എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ? ഈ പിള്ളേരുടെ പഠിത്തത്തിന്റെ കാര്യം നോക്കുന്നില്ലേ? ഈ വീട്ടിലെ കാര്യം നോക്കുന്നില്ലേ? കുഴിപ്പടത്തെ വീട്ടിലെ കാര്യം നോക്കുന്നില്ലേ? എന്തിന് ഈ കേശുടെ കോളേജ് ഫീസ് വരെ അടക്കാൻ ഇവൻ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഇവൻ ചെയ്ത കാര്യങ്ങളല്ലേ? പിന്നെ എന്തെങ്കിലും എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാത്ത എന്താന്ന് വെച്ചാല്, ആ ചെയ്യുന്ന കാര്യം വല്ലത് പാളി പോവുകയാണെങ്കിൽ ഈ പറയുന്ന അച്ഛനും അമ്മയും തന്നെ ഞങ്ങളെ കുറ്റം പറയില്ലേ? പിന്നെ വളരെ ചെറിയ പ്രായത്തിൽ ഗൾഫിൽ പോയ ആളല്ലേ. കുറെ നാൾ ഒറ്റയ്ക്കാണ് അവിടെ ജോലി ചെയ്തതും. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ കോൺഫിഡൻസ് ഇവനുണ്ട്. എല്ലാരും കൂടെ ഓരോന്ന് പറഞ്ഞ് കോൺഫിഡൻസ് ഒക്കെ കളയാതിരുന്നാ മതി. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം ഞാൻ പറയാം. എല്ലാരും വലിയ കാര്യത്തിനൊക്കെ പറയും, മക്കളെ സിദ്ധു നീ ആ ബിസിനസ് ചെയ്തോ, ഈ ബിസിനസ് ചെയ്തോ, മറ്റേത് ചെയ്തോ, മറിച്ച് ചെയ്തോ എന്നൊക്കെ. എന്നാ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴോ അത് സമ്മതിക്കും. പിന്നെ ഇവൻ ഒറ്റയ്ക്ക് ദുബായില് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശല്ലേ, അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് ഇവൻ അറിയാം. അതുകൊണ്ട് ഇനി ഈ ജോലിക്കാര്യം പറഞ്ഞ ആരെങ്കിലും സിദ്ധുവിനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അത് സഹിച്ചെന്ന് വരില്ല. ആയിക്കോട്ടെ. ലച്ചുസേ, എല്ലാം മനസ്സിലാക്കി മനസ്സിലിറക്കി വെച്ചിരിക്കുവായിരുന്നു അല്ലേ? ഞാൻ നിന്റെ ഭാര്യയല്ലടാ.